വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രചാരണത്തിന് ഉച്ചഭാഷണയും വാഹനങ്ങളും ആവശ്യത്തിന് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ മറ്റു ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതിനെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമ്മേളനം നടത്തി. പത്തനംതിട്ട ജില്ലയിൽ ആവശ്യത്തിന് വാഹനങ്ങളും ഉച്ചഭാഷണയും ഉണ്ട്. എന്നിട്ടും രാഷ്ട്രീയ പാർട്ടികൾ മറ്റു ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നു എന്നതാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത്. തുടർന്നും ഈ നില തുടരാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനമെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനും ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ജില്ലയിലെ 40,000-ഓളം ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതിൽ ഉൾപ്പെടും. LSW-AK ജില്ലാ പ്രസിഡന്റ് AV ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് വലിയപറമ്പിൽ, പത്തനംതിട്ട മേഖലാ പ്രസിഡന്റ് അംബി ബ്രദേഴ്സ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് AV ജോസഫാണ് ഞാൻ. സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മനോജ് ഇബ്രഹാം വലിയപറമ്പിൽ, അതുപോലെ പത്തനംതിട്ട മേഖലയുടെ പ്രസിഡന്റ് ശ്രീ അംബി ബ്രദേഴ്സ് അവരുകൾ, നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞങ്ങളെ പ്രസ് മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് പത്രസമ്മേളനം വിളിച്ചത്. നിലവിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉച്ചഭാഷണി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഉച്ചഭാഷണികൾ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു മൈക്ക് സെറ്റ് പോലും, ചുരുക്കം 1-2 സെറ്റ് ഒഴിച്ച് ബാക്കി 10-12 വണ്ടി വീതം ജില്ലയ്ക്ക് വെളിയിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്നത്. അത് കാരണം ഞങ്ങളൊക്കെ ഇപ്പം എനിക്ക് ഒരു പരിപാടി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് 1-2 പരിപാടി കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിനും 2-3 പരിപാടി കിട്ടിയിട്ടുണ്ട്. ഇപ്പം മറ്റ് പല സെറ്റുകാരും ഒരു വർക്ക് പോലും ഇല്ലാതെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ ഈ വന്നിരിക്കുന്ന വണ്ടികളുടെ എല്ലാം വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന ജില്ലയ്ക്ക് വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന വാഹനങ്ങളുടെ എല്ലാം ബോഡി, സൈഡ് ബോഡി എല്ലാം മറച്ചു കെട്ടിക്കൊണ്ടാണ് ഇവർ ഈ വണ്ടികളെല്ലാം വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ നമ്പറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇതുപോലെ ആണെങ്കിൽ ഒരു വണ്ടി പാസ് ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ആ വണ്ടിക്ക് ടാക്സ് ഇല്ല. ഇങ്ങനെയുള്ള വണ്ടികളാണ് വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന പല വണ്ടികളും. പേപ്പേഴ്സ് ക്ലിയർ അല്ലാത്ത വണ്ടികൾ, ഇതുപോലെ ബോഡി മൊത്തം സൈഡിലെല്ലാം ഫ്ലെക്സ് വെച്ച് മറച്ചുകൊണ്ട് വണ്ടി ഓടുക. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലുള്ള നമ്മുടെ പല മൈക്സിറ്റുകാരും ഓട്ടമില്ലാതെ ഇരിക്കുമ്പോഴാണ് വെളിയിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഓടിക്കുന്നത്. ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പത്തനംതിട്ട മേഖലയുടെ പ്രസിഡന്റാണ് ഞാൻ. ഇദ്ദേഹം ജില്ലാ പ്രസിഡന്റ്, ഇദ്ദേഹം സംസ്ഥാന കൗൺസിലറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ 400ഓളം മൈക്സെറ്റുകാർ ഈ മൈക്സെറ്റ് ഓണേഴ്സ് ഈ പത്തനംതിട്ടയിലുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെ പോയാലും ഒരു 10,000-ഓളം ഓപ്പറേറ്റർമാരുണ്ട്. ഞങ്ങളാരും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിലും ഒരു ന്യായമായ തീരുമാനം ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാ ഈ വിദേശത്ത് നിന്ന് ഇറക്കി മറ്റേ അവിടുന്ന് ഇവിടുന്നും അന്യ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇറക്കിയാണ് ഇവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്ന എന്ത് കാര്യത്തിനും ഞങ്ങൾ തയ്യാറാണ്. ഇവർക്കൊന്നും മൈക്ക് കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവന്മാരുടെ ഒരു മൈക്കും ഓടില്ല. എങ്ങനെ? അതിപ്പം ഈ ആറന്മുള നിയോജകമണ്ഡലത്തിനാണെങ്കിലും അതല്ലെങ്കിൽ കോന്നി നിയോജകമണ്ഡലത്തിൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ തീരുമാനിച്ചാൽ ഇവർക്കൊന്നും മൈക്ക് കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവന്മാരുടെ മൈക്കൊന്നും ഓടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മൈക്ക് ഓടില്ല സർ.